നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉത്തരാഖണ്ഡിലെ ഉഖീമത് എന്നൊരു പ്രദേശമാണ്. രുദ്രപ്രയാഗിൽ നിന്നും 41 കിലോമീറ്റർ അകലെയാണിത്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. മഞ്ഞുകാലത്ത് 6 മാസം നടയടയ്ക്കുന്ന സമയത്ത് കേദാർനാഥൻ്റെയും മധ്യമഹേശ്വരൻ്റെയും പൂജകൾ നിർവഹിക്കുന്നത് ഇവിടുത്തെ ഓംകാരേശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ കേദാർനാഥൻ്റെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാവും. ഐതിഹ്യങ്ങൾ പ്രകാരം ബാണൻ്റെ രാജധാനി സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു എന്നാണ് വിശ്വാസം. പുരാണങ്ങളിലെ ഉഷയുടെയും ചിത്രലേഖയുടെയും കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കഥയിലെ ഉഷയുടെയും അനിരുദ്ധൻ്റെയും വിവാഹം നടന്നതായി പറയുന്നതും ഇവിടെയാണ്. ആ വിവാഹ മണ്ഡപം നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇപ്പോഴും കാണാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പുരാതന ക്ഷേത്രമാണിത്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഉഖീമത്തിലെ കാഴ്ചകളുമൊക്കെ ഒന്ന് കാണാം. ഇത്തവണത്തെ ഉത്തരാഖണ്ഡ് യാത്രയിൽ ആദ്യം സന്ദർശിച്ചതും ഈ ഓംകാരേശ്വര ക്ഷേത്രമാണ്. എറണാകുളത്ത് നിന്നും ഋഷികേശ് വരെ പോകുന്ന യോഗനഗരി എക്സ്പ്രസ്സിൽ ഹരിദ്വാർ വരെ എത്തി. ഇത്തവണ കൂട്ടിന് എൻ്റെ ബൈക്കും കൂടെ കൊണ്ടുപോയിരുന്നു. ബൈക്ക് എങ്ങനെ ട്രെയിനിൽ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് നമ്മുടെ പേജിൽ തന്നെയുണ്ട്. അന്ന് ഹരിദ്വാറിൽ തന്നെ തങ്ങി. വൈകുന്നേരം ഹർ കി പൗരിയിലെ ഗംഗാ ആരതിയും നഗരത്തിലെ രാത്രികാല കാഴ്ചകളുമൊക്കെ കണ്ട് അവിടെ വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ ഉഖീമത്തിലേക്കുള്ള യാത്ര തുടങ്ങി. ഹരിദ്വാറിൽ നിന്നും ഋഷികേശ്, ദേവപ്രയാഗ്, ശ്രീനഗർ, ധാരി, രുദ്രപ്രയാഗ്, അഗസ്ത്യമുനി, കുണ്ട് വഴി ഉഖീമത്തിലേക്ക് ഏതാണ്ട് 199 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് കാഴ്ചകളും പുരാതന ക്ഷേത്രങ്ങളും മറ്റ് ഐതിഹ്യ പ്രാധാന്യങ്ങളുമെല്ലാം ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഇതുപോലെയുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് ബൈക്കിലും മറ്റും പോരുമ്പോൾ കാണുന്ന പമ്പുകളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ റൂട്ടിലേക്ക് പോരുമ്പോൾ കുണ്ട് എന്ന സ്ഥലം കഴിഞ്ഞാൽ പെട്രോൾ പമ്പുകൾ അടുത്തെങ്ങുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ബ്ലാക്കിൽ കിട്ടും, പക്ഷേ 150 രൂപയോളം 1 ലിറ്ററിന് വില കൊടുക്കണം. ഈ കുണ്ട് എന്ന സ്ഥലത്തു നിന്നുമാണ് കേദാറിലേക്കും ഉഖീമത്തിലേക്കുമുള്ള വഴി തിരിയുന്നത്. വൈകുന്നേരം 6 മണിയോടെയാണ് ഉഖീമത്തിലേക്ക് എത്തിയത്. അന്ന് അവിടെ ഒരു റൂം എടുത്തു. 800 രൂപയ്ക്ക് സാമാന്യം നല്ലൊരു റൂം തന്നെ കിട്ടി. പിറ്റേന്ന് രാവിലെ റൂമിന് പുറത്തെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. ചുറ്റിനും വലിയ പർവ്വതനിരകൾ. അങ്ങ് അകലെയായി മഞ്ഞ് പുതച്ചു നിൽക്കുന്നത് കേദാർനാഥ് പർവ്വതനിരകളാണ്. താഴ്വാരങ്ങളിൽ നിറയെ കൃഷിയിടങ്ങളും ഗ്രാമീണരുടെ വീടുകളും. താഴെയായി ഓംകാരേശ്വര ക്ഷേത്രവും കാണാം. ക്ഷേത്രത്തിൽ നിന്നും വേദമന്ത്രോച്ചാരണങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. വേഗം കുളിച്ച് തയ്യാറായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഈ ഉഖീമത് ഈ ഭാഗത്തെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാമുള്ള ഒരു പട്ടണമാണ്, പെട്രോൾ പമ്പ് ഒഴികെ. കേദാറിൽ നിന്നും ചോപ്ത വഴി ബദരീനാഥിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഉഖീമത് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചകേദാർ ക്ഷേത്രങ്ങളിൽപ്പെട്ട മധ്യമഹേശ്വർ, തുംഗനാഥ്, രുദ്രനാഥ്, കൽപേശ്വർ എന്നീ ക്ഷേത്രങ്ങളെല്ലാം ഈ പാതയിലാണുള്ളത്. മധ്യമഹേശ്വറിലേക്കുള്ള പാത തിരിയുന്നത് ഉഖീമത്തിൽ നിന്നുമാണ്. ഉഖീമത് ടൗണിൽ നിന്നും അല്പം താഴേക്കിറങ്ങി കുണ്ടിലേക്കുള്ള വഴി ചെല്ലുമ്പോൾ വലതുവശത്തായി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. ആ വഴിയിലൂടെ അല്പദൂരം കൂടി വാഹനമെത്തും. അവിടെ നിന്നും ഒരു ഇടറോഡിലൂടെ അല്പം നടക്കണം. ക്ഷേത്രത്തിന് മുൻവശത്തായി ചിത്രപ്പണികളോടുകൂടിയ മനോഹരമായൊരു ഗോപുരമുണ്ട്. അതിപുരാതനമായൊരു ക്ഷേത്രമാണ് ഓംകാരേശ്വരം. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് അതേ മാതൃക തന്നെയാണ് നമുക്ക് തോന്നുക. ഒരല്പം ഉയർന്ന ഭാഗത്തായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ പരമ്പരാഗത ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ധാരാളം കൊത്തുപണികളോടുകൂടിയ ഒരു ക്ഷേത്രം. ക്ഷേത്ര പരിസരവും ചുറ്റുപാടും വളരെ ഭംഗിയായും വൃത്തിയായും പരിപാലിക്കപ്പെട്ടിരിക്കുന്നു. തേയ്മാനം സംഭവിച്ചു തുടങ്ങിയ ശില്പങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ക്ഷേത്രത്തിന് നല്ല കാലപ്പഴക്കമുണ്ടെന്ന്. ശ്രീകോവിലിന് മുൻപിലായി ശിലയിലും തടിയിലും തീർത്ത ഒരു മണ്ഡപവും ഒരു നന്ദി വിഗ്രഹവുമുണ്ട്. ദ്വാരപാലകരുടെ സ്ഥാനത്തായി ശ്രീകോവിലിൻ്റെ ഇരുവശത്തും ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും വളരെ മനോഹരമായ 2 വിഗ്രഹങ്ങൾ കാണാം. മുഖമണ്ഡപത്തിലേക്ക് കടന്നു നിന്നുകൊണ്ട് തൊഴാം. അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അസാധാരണമായ ഒരു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് തോന്നും. നല്ല പഴക്കമുള്ള ശിവലിംഗമാണ്. കൂടെ മറ്റു ചില വിഗ്രഹങ്ങളും കാണാം. കുറച്ചു നേരം അവിടെ നിന്ന് തൊഴുതതിന് ശേഷം പുറത്തേക്കിറങ്ങി. തമിഴ്നാട്ടുകാരായ ചിലരും ദർശനത്തിനെത്തിയിട്ടുണ്ടായിരുന്നു. ചുറ്റുമുള്ള കെട്ടിടങ്ങളൊക്കെ പ്രത്യേക തരത്തിലുള്ള നിറങ്ങളും ചിത്രങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. ഇവിടുത്തെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇത്തരം നിറങ്ങളാണ് കാണുക. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി ഒരു ഭാഗമുണ്ട്. അതിനു മുൻപിലായി ഒരു വലിയ പഞ്ചലോഹമണി തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ശ്രീകോവിലിനുള്ളിലായി വ്യത്യസ്തങ്ങളായ കുറേ അധികം ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നല്ല പഴക്കമുള്ള അവയുടെ നിർമ്മാണ ശൈലി തന്നെ പ്രത്യേകതയാണ്.
തൊട്ടടുത്തായി പഞ്ചകേദാർ പ്രതിഷ്ഠകളുമുണ്ട്. മറ്റു ഉപദേവതകളായി പാർവതി ദേവി, ഉഷ, അനിരുദ്ധൻ, മാന്ധാതാവ്, ഭൈരവമൂർത്തി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തുള്ള ഈ കെട്ടിടത്തിനുള്ളിലെ നടുമുറ്റമായിരുന്നുവത്രേ ഉഷയുടെയും അനിരുദ്ധൻ്റെയും വിവാഹം നടന്ന മണ്ഡപം. പക്ഷേ ഇതിനുള്ളിലേക്ക് വീഡിയോ അനുവദനീയമല്ല. നമുക്ക് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കഥകൾ കൂടി ഒന്ന് കേൾക്കാം. ഐതിഹ്യപ്രകാരം ബാണാസുരൻ്റെ രാജധാനി സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു അത്രേ. മഹാബലിയുടെ 100 പുത്രന്മാരിൽ ഒരാളാണ് കരുത്തനായ ബാണാസുരൻ. മഹാബലിയുടെ ഭരണശേഷം അസുരകുലം ഭരിച്ചതും ഇതേ ബാണാസുരനാണ്. 1000 കൈകളുള്ള ബാണൻ വ്യത്യസ്തതരം വാദ്യങ്ങൾ ഒരേ സമയം വായിക്കുമായിരുന്നു അത്രേ. മഹാശിവഭക്തനും അതേസമയം മഹാ അഹങ്കാരിയും കൂടിയായിരുന്നു ബാണൻ. അതിസുന്ദരിയായ ഉഷയാണ് ബാണാസുരൻ്റെ പുത്രി. മായാവിദ്യകളിൽ സമർത്ഥയായ ചിത്രലേഖയാണ് ഉഷയുടെ തോഴി. ഉഷ ഇടയ്ക്കിടെ അതിസുന്ദരനായ ഒരു യുവാവിനെ സ്വപ്നം കാണുമായിരുന്നു. ആ ചെറുപ്പക്കാരനെ തന്നെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ തോഴിയായ ചിത്രലേഖ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ പിന്നീടുള്ള രാത്രികളിൽ ചിത്രലേഖ ആ യുവാവിനെ തൻ്റെ മായാവിദ്യകളാൽ ഉഷയുടെ സമീപം എത്തിക്കുന്നു. ഈ യുവാവ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായ പ്രദ്യുമ്നന്റെ മകൻ അനിരുദ്ധനായിരുന്നു. ഈ വിവരങ്ങളെല്ലാം രഹസ്യമായി മനസ്സിലാക്കിയ ബാണൻ ഒരു ദിവസം അനിരുദ്ധനെ പിടികൂടി തടവറയിലാക്കി. ഇതറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പൗത്രനെ മോചിപ്പിക്കുവാനായി സൈന്യവുമായി എത്തി. തൻ്റെ ഭക്തനായ ബാണനെ സഹായിക്കാൻ മഹാദേവനുമെത്തി. പിന്നീടുള്ള ഘോര യുദ്ധത്തിനിടയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ബാണന്റെ 998 കരങ്ങളും ഛേദിച്ചു. അങ്ങനെ അഹങ്കാരങ്ങളെല്ലാം നശിച്ച ബാണൻ മാപ്പ് ചോദിക്കുകയും മഹാദേവന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ആശീർവാദത്തോടെ ഉഷയുടെയും അനിരുദ്ധൻ്റെയും വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു എന്നുമാണ് കഥ. ആ വിവാഹം നടന്നതായി പറയുന്ന അതേ മണ്ഡപമാണത്രേ ഇവിടെയുള്ളത്. അങ്ങനെ ഉഷയുടെ വിവാഹം നടന്ന ഈ പ്രദേശം ഉഷാമഠ് എന്നും പിന്നീട് ഉഖിമഠ് എന്നും അറിയപ്പെട്ടു എന്നുമാണ് വിശ്വാസം. ഇവിടെ മഹാദേവൻ ഓംകാരേശ്വരനായി മാറിയതിന് പുറകിലും ഒരു ഐതിഹ്യമുണ്ട്. ശ്രീരാമൻ്റെ കുലത്തിൽപ്പെട്ട മാന്ധാതാവ് എന്നൊരു രാജാവ് രാജർഷിയാവുകയും 12 വർഷം ഒറ്റക്കാലിൽ നിന്ന് മഹാദേവനെ കഠിന തപസ്സനുഷ്ഠിക്കുകയും മഹാദേവൻ ഓംകാര ശബ്ദബ്രഹ്മ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാന്ധാതാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ ഓംകാരേശ്വരനായി പ്രത്യക്ഷപ്പെട്ട ഇടം പിന്നീട് ഓംകാരേശ്വരമായി തീരുകയും ചെയ്തു അത്രേ. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. ശൈത്യകാലത്ത് കേദാർനാഥൻ്റെയും മധ്യമഹേശ്വരൻ്റെയും ഉത്സവമൂർത്തികളെ എഴുന്നള്ളിച്ച് ഇവിടെ എത്തിക്കും. പിന്നീടുള്ള 6 മാസം ഇവിടെയാണ് പൂജ. ആ സമയം കേദാർനാഥിലെയും മധ്യമഹേശ്വരിലെയുമൊക്കെ പൂജാരിമാർ താമസിക്കുന്നതും ഈ ഉഖിമഠിലാണ്. അങ്ങനെ വർഷത്തിൽ പകുതി സമയവും 3 ക്ഷേത്രങ്ങളിലെ ഭഗവാന്മാരുടെ സാന്നിധ്യവും പൂജകളും ഏറ്റുവാങ്ങുന്ന ഒരു മഹത്തായ ദേശം കൂടിയാണിത്. കേദാർനാഥൻ്റെ 2ാം സങ്കേതം. ഉഖിമഠിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയ്ക്കും പ്രകൃതി ഭംഗി നിറഞ്ഞ ഇടം. ഉഖിമഠ് ടൗണിലും ഒന്ന് കറങ്ങി. ഇവിടങ്ങളിലേക്ക് വന്നാലുള്ള ഒരു പ്രധാന പ്രശ്നം ഭാഷ തന്നെയാണ്. കടകളിൽ കയറിയാൽ സാധനങ്ങളുടെ പേര് ഹിന്ദിയിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. എന്തിന് 100 രൂപ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോലും മിക്കവർക്കും മനസ്സിലാവില്ല. ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കയറിയിട്ട് തൈര് വേണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടി. അവസാനം ഫോണിൽ തൈരിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് കിട്ടിയത്. ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രാദേശിക വിഭവങ്ങൾ കിട്ടുമെങ്കിലും വയറിനെ പേടിച്ച് ചപ്പാത്തിയും പരിപ്പ് കറിയും തൈരും മാത്രമായിരുന്നു ഭക്ഷണം. ഉച്ചയ്ക്ക് ചാവലും. അത് നമ്മുടെ ചോറ് തന്നെയാണ്. അരിക്ക് മാത്രം വ്യത്യാസമുണ്ട്. 1-2 സാധനങ്ങൾ വാങ്ങാനായി അവിടെയുള്ള ഒരു കടയിൽ കയറിയതാണ്. അവരവിടെ ഓരോ സാധനങ്ങളും എടുത്തു വച്ചിരിക്കുന്നതാണ് എന്നെ ആകർഷിച്ചത്. എല്ലാം പ്രത്യേകം തടിയുടെ പെട്ടികളിലാക്കി നല്ല ഭംഗിയാക്കി അടുക്കി വച്ചിരിക്കുന്നു. നമ്മളധികം കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തതരം ധാന്യങ്ങളും ധാന്യപ്പൊടികളും. പയർവർഗ്ഗങ്ങൾ തന്നെ പലതരമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഉഖിമഠിലെ വിശേഷങ്ങൾ. ഇവിടെ നിന്നും പിറ്റേ ദിവസം ഇവിടെ അടുത്തുള്ള സാരി എന്നൊരു ഉൾഗ്രാമത്തിലേക്കാണ് പോയത്. ഈ ഗ്രാമത്തിന് മുകളിലായി ദേവരിയാത്താൾ എന്നൊരു വലിയ തടാകമുണ്ട്. ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക, പേജും ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സാരി ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായി അടുത്ത അധ്യായത്തിൽ കാണാം. നമ്മളിപ്പോൾ സാരി വില്ലേജിലുള്ള ചെറിയൊരു ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ദേവരിയാത്താളിലേക്ക് പോണ വഴിക്കുള്ളതാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് മുകളിലായിട്ട് തുംഗനാഥിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ കാണുന്ന ഏറ്റവും വലിയ പീക്കാണ് തുംഗനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്കാണ് ഈ ചന്ദ്രശില എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ് നമുക്കിനി കയറി ചെല്ലേണ്ടത്.